ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഇമാമിയുടെ ഫെയർ ആൻഡ് ഹാൻഡ്സം എന്ന ക്രീമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇമാമിയുടെ ഫെയർ ആൻഡ് ഹാൻഡ്സം എന്ന് പറയുന്ന ഈ ഒരു ക്രീം ജെൻസിനെ ഉദ്ദേശിച്ച് തയ്യാറാക്കിയ ക്രീമാണിത്. ഇത് കൂടുതലും ജെൻസിൻ്റെ ക്രീം വളരെ വിരളമാണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്തിരി നമുക്കിത് യൂസ് ചെയ്യാൻ അവർക്കൊക്കെ പറ്റുന്ന ഒരു ക്രീമാണ്, അവരുടെ ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ക്രീമായിട്ടാണ് ഞാനിത് ഇതിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് എപ്പോഴും രണ്ട് നേരം നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് 5 കാര്യങ്ങൾ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട്. കൂടുതൽ നമ്മുടെ സ്കിന്നിൽ കൂടുതൽ വേർക്കുന്ന ആൾക്ക് ഫേസിൽ എപ്പോഴും ഇങ്ങനെ വേർപ്പ് വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇല്ലാതാക്കാനായിട്ട്, അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം പുരട്ടുമ്പോൾ തന്നെ അതൊക്കെ ഒന്ന് സ്കിന്നിന് ഒരു ഇതൊക്കെ മാറാനായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യുന്ന ഒരു ഫ്രഷ് ലുക്കൊക്കെ നമുക്ക് തരുന്ന ഒരു ക്രീമായിട്ടാണ് ഇവർ പറയുന്നത്. അതുപോലെ നമ്മളിത് ഇടുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ് നമുക്ക് കിട്ടും. നമുക്ക് ബ്രൈറ്റനിങ് കിട്ടുമെന്നല്ല കേട്ടോ പറഞ്ഞത്, ഇത് യൂസ് ചെയ്ത് പെട്ടെന്ന് നമ്മൾ വെളുക്കുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കൊരു അപ്പോൾ ഉള്ള ഇപ്പം നമ്മളൊരു ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിനൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്കിത് ഇട്ടുകൊണ്ട് പോയാൽ നല്ലൊരു ലുക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ക്രീമാണിത്. അതുപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആ സൺബേണൊക്കെ അടിച്ച് നമ്മുടെ സ്കിന്ന് വല്ലാതെ ഡള്ളായി പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനൊക്കെ നമുക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് റിഡ്യൂസ് ചെയ്യാനൊക്കെ ഇത് യൂസ് ആക്കാമെന്നുള്ള കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ക്രീം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ലൊരു ഫ്രഷ് ലുക്കും ഈവൻ സ്കിൻ ടോണൊക്കെ ആക്കി മാറ്റാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ക്രീം കൊണ്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 40 രൂപയാണ് കേട്ടോ. 15 ഗ്രാമിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഡെയിലി യൂസിനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ചെറുത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വലുത് വാങ്ങിച്ചാൽ മതിയാവും. വെറുതെ നമ്മളുടെ പൈസയും പോവും. അത് നമ്മൾ യൂസ് ആക്കിയാൽ അത്ര ഗുണം ഇല്ലെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. കൂടുതലായിട്ട് ജെൻസൊക്കെ പുറത്ത് പോകുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ വെയിൽ കൊള്ളാൻ ചാൻസ് ഉണ്ട്. കാരണം ബൈക്കിലൊക്കെ പോകുമ്പോൾ നന്നായിട്ട് വെയിൽ കൊള്ളാം. അതുപോലെ തന്നെ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും പുറത്ത് കൂടുതലും വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു ക്രീമാണ്. നമ്മുടെ മുഖത്ത് ആ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കെ സഹായിക്കുന്ന ഒരു ക്രീമാണിത്. ഇതിട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നല്ല സ്കിന്നൊക്കെ നല്ല ഇതായിട്ടിരിക്കും, ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിൻ്റെ ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ക്രീം വരുന്നത്. നല്ല പ്യുവർ വൈറ്റാണ്, നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഫേസൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. രാവിലെയും രാത്രിയൊക്കെ നമ്മളിത് ഫേസ് വാഷ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫേസ് വാഷ് നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം വളരെ കുറച്ചെടുത്തിട്ട് സ്കിന്നിലോട്ട് ഇട്ടേച്ചാൽ മതിയാവും. കാരണം ഇത് വളരെ കുറച്ചെടുത്താൽ മതി, കാരണം നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ക്രീം വരുന്നത് കേട്ടോ. നിങ്ങളിത് ഇടുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ രാവിലെയും അതുപോലെ വൈകുന്നേരം സന്ധ്യയ്ക്കും അങ്ങനെ നമ്മൾ ഇത് യൂസ് ചെയ്യുക കേട്ടോ. 2 നേരം തന്നെ നമ്മളിത് യൂസ് ചെയ്യുക. അപ്പോൾ ഡെയിലി യൂസ് ചെയ്ത് അപ്പോൾ അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നിയാസിനാമൈഡ്, അതുപോലെ പ്രോപെപ്റ്റൈഡ്, ടൈറ്റാനിയം ഡൈഓക്സൈഡ്, ലൈക്കോറിസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി നല്ല ബെറ്ററായിട്ട് നല്ലൊരു പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്ന ഒരു ക്രീമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആഡ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൽമാൻ ഖാൻ്റെയൊക്കെ ആഡ്സാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണം കേട്ടോ. അപ്പം നമുക്കിത് ഡെയിലി യൂസിന് വളരെ നല്ലതാണ്. പിന്നെ ഇത് കൂടുതലായിട്ട് ബ്രൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ആരും ഇത് യൂസ് ചെയ്യണ്ട കേട്ടോ. കാരണം ബ്രൈറ്റനിങ് കിട്ടുമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മളിപ്പോൾ ഏത് ക്രീം നിങ്ങൾ യൂസ് ചെയ്താൽ പോലും നമുക്ക് ബ്രൈറ്റനിങ് ഒക്കെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ബ്രൈറ്റനിങ് അത് നിർത്തി കഴിയുമ്പോൾ അത് പഴയ പോലത്തെ ആ ഒരു ഇതാവും. അപ്പോൾ നല്ലൊരു ഫ്രഷ് ലുക്കൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ചെറുത് വാങ്ങിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക, മസ്റ്റായിട്ട്
പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. കാരണം എല്ലാ സ്കിന്നുകാർക്കും ഇത് ഓൾ സ്കിൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. പക്ഷേ എന്നാലും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനിലാക്കി ഇടുമ്പോൾ ഞാൻ ഇടുന്ന ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.